ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവസാനം നിർത്തിയത് നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെയൊക്കെ പഴയ കാലത്തെ ബിൽഡിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട്. ഇവിടെ പഴയ ഒരു ക്ലോക്കൊക്കെ അതാ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ സമയം 9:30 മണിയായി. പക്ഷേ അവിടെ ക്ലോക്കിൽ ഇപ്പോൾ 8:30 മണി ആവുന്നേ ഉള്ളൂ. 1 മണിക്കൂർ ബാക്കില്ലാന്ന് തോന്നുന്നുള്ളത്. വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. കൊച്ചിൻ പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ 1975 മുതൽ 2025 വരെ 30-ാം തീയതി മെയ് 30-ാം തീയതി 24 മുതൽ 30 മെയ് 2025 വരെ ഉണ്ട്. ഇതിവിടെ ഐലൻഡിലുള്ള താജ് മലബാർ റിസോർട്ട് ആണിത്, കൊച്ചിയിലെ. താജ് കഴിഞ്ഞ് അടുത്തതായി നമുക്ക് കാണാൻ പറ്റുന്നത് കൊച്ചിൻ പോർട്ട് മാരി ടൈം ഹെറിറ്റേജ് മ്യൂസിയം. അപ്പോൾ ഇവിടെ ഒരു ജെട്ടി കാണുന്നുണ്ട്. എവിടത്തേക്ക് പോകുന്നതെന്ന് അറിയില്ല. ഫിഷിംഗ് ബോട്ടാണോ അല്ല, ഇവിടെ കുറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട്. അവിടെയും കുറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഫിഷിംഗ് ബോട്ട്, കുറച്ചല്ല, ഒരുപാടുണ്ട് അവിടെ. അത് അങ്ങ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ സൂം ചെയ്ത് തരാം. ആ ഭാഗം മൊത്തം ഫിഷിംഗ് ബോട്ടാണ്. അവിടെ വലിയ ക്രെയിനൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കപ്പലിൽ നിന്നോ അതിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ക്രെയിനാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, അതായത് സ്കൂൾ ഓഫ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് പൈലറ്റ്സ് എന്നാണ് കാണുന്നത്. എനിക്കൊന്ന് ബോട്ടിന്റെ കൂടെ കപ്പലിന് വഴികാട്ടുന്ന ബോട്ടുകളായിരിക്കാം. പൈലറ്റ്സ് എന്ന് പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നുണ്ടാവും, പൈലറ്റ് ബോട്ട്. കൊച്ചിൻ പോർട്ടിന്റെ ഒരു മറൈൻ ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ജെട്ടി കാണുന്നുണ്ട്. ഒരു പഴയ ജെട്ടിയുണ്ട്, ഒരു പുതിയ ജെട്ടിയുണ്ട്. പോർട്ട് ലോക്ക് ചെയ്തിട്ടുള്ള ഗേറ്റ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ വേറെ എന്തോ പൈപ്പിനെല്ലാം വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പം. ക്രെയിനൊക്കെ വെച്ച് വലിയ വലിയ മെഷീൻസൊക്കെ പൈപ്പൊക്കെ കയറ്റുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അൾട്രാടെക്കിൻ്റെ വലിയൊരു സിമെൻറ്റിൻ്റെ ടാങ്ക് കാണുന്നുണ്ട്. പിന്നെ പാരിസൺസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ലിക്വിഡ് കാർഗോ സ്റ്റോറേജ് ടെർമിനൽ ഉണ്ട് ഇവിടെ. കപ്പലിലേക്ക് പോകേണ്ടതെന്ന് തോന്നുന്നുണ്ട്. പൈപ്പ് വഴി മുകളിൽ നിന്ന് ഇങ്ങനെ സിമെന്റ് ഇതാ ഇവിടത്തേക്ക്, അതിന്റെ പൈപ്പാണ് ഇത്. അപ്പം അതിന്റെ വർക്കാണ് അവർ നടത്തുന്നത്. ഇവിടെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ഒരു കൊച്ചിൻ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ, സമുദ്രിക എന്ന് പറഞ്ഞ ടെർമിനൽ ഉണ്ട്. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ പോകാനാണെന്നറിയില്ല, ചോദിച്ചു നോക്കാം. ओ भाई, ये टर्मिनल किधर जाने के लिए? ये टर्मिनल. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു കല്യാണ ഹാൾ പോലെ, അങ്ങനെ ഒരു വലിയൊരു ഹാളാണ്, വേറൊന്നുമില്ല കാര്യമായിട്ട് എന്നാണ് പറഞ്ഞത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ സാഗര എന്ന് പറയുന്ന കമ്പനീന്റെ, എനിക്ക് സാഗര എന്ന് പറയുന്ന കമ്പനീന്റെ യാർഡാണിത്. പഴയ കാലത്ത് വിജനമായ സ്ഥല. ഇതിന്റെ അകത്തൊക്കെ എന്താണെന്നറിയില്ല. ഇവിടെയും ഒരു ജെട്ടി കാണുന്നുണ്ട്. ഒരു ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ 2 സ്കൂൾ ബസ്സല്ല, ടൂർ തമിഴ്നാട് രജിസ്ട്രേഷൻ്റെ ബസ് കാണുന്നുണ്ട്. ആൾക്കാർ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടുന്ന് ബോട്ട് വഴി എവിടെ പോയിട്ടുണ്ടാവും. ഒന്ന് TN 67 മറ്റേത് TN 21. ഇത് പ്രൈവറ്റായിട്ട് ഇത് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. കൊച്ചിൻ ടൂറിസം ഡെസ്റ്റിനേഷൻ സർവീസ്, ടൂറിസ്റ്റ് ബോട്ട് സർവീസിൻ്റെ ബോർഡാണ് കാണുന്നത്. അവർക്ക് പോകേണ്ട ജെട്ടിയായിരിക്കും ഇത്. വെല്ലിംഗ്ടൺ ഐലൻഡ് വാട്ടർ മെട്രോ ടെർമിനൽ.
അതാണ് വാട്ടർ മെട്രോന്റെ വില്ലിംഗ്ടൺ ഐലൻഡ്. ഇത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ്. ലക്ഷദ്വീപിലേക്ക് പോകേണ്ട ആൾക്കാർക്കുള്ള. ഇതും വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഉള്ളത്. ചെക്ക്യാർഡ് ഏജൻസീസ്, ഷിപ്പിംഗ് ഏജൻറ്റ്സ്, പഴയകാല ഷിപ്പിംഗ് ഏജൻ്റാന്ന് തോന്നുന്നു. പുരാതന ബിൽഡിങ്. അതിൽ ലെറ്റേഴ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് വർഷമായി തോന്നുന്നു ബിൽഡിങ്ങിൻ്റെ പഴക്കം കാണുമ്പോൾ. അപ്പോൾ ആ ഷിപ്പിംഗ് ഏജൻറ്റ് ഒരുപാട് വർഷമായി തോന്നുന്നുണ്ട് കാണുമ്പോൾ. നല്ല വിജനമായ റോഡ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ അവർ കമ്പനിയിൽ നിന്ന് ഒരാൾക്കാർ വന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ലെഫ്റ്റ് കമ്പനിയിലേക്ക് പോകേണ്ടത്. ഇതാ ആ കാണുന്നതാണ് കമ്പനി. അവരെ ബസ്സിൽ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കൊട്ടാരം, അവരെ ബസ്സൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാനിത് ദർഗ എന്നൊക്കെ വായിച്ചിരുന്നു. ദർഗ് സ്മൈൽ ഹൗസ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. എന്താ അറിയില്ല ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ വണ്ടി അവിടെ ഉണ്ട്. സൈഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പുറത്ത് ലോറി ഈ ലെഫ്റ്റ് സൈഡിലെ ഗോഡൗണിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വളക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇപ്പുറത്തെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ഇറക്കേണ്ട ഗോഡൗൺ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ആ ഗോഡൗണിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇതിൻ്റെ പുറകിൽ വേറെ ഗോഡൗൺ ഉണ്ട്. അപ്പം ആ കാണുന്ന ജംഗ്ഷനിൽ പോയിട്ട് വണ്ടി തിരിച്ചു വരാം. തിരിച്ചു ഇനി നേരെ പോയിട്ട് ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്ത പാട് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന വലിയ ഫസ്റ്റ് ഗേറ്റാന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇവിടെ എല്ലാം ഇറക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഇവരിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഓൾറെഡി. ഇവർ തന്നെ ഗോഡൗൺ ആണ് ഇതിന്റെ പറയിലെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകണം. ഇവിടെ നോൾട്ട കൊട്ടാരം ഇതിന്റെ അകത്തേക്കായിരിക്കും. അപ്പോൾ ഇവര് തുടങ്ങിയിട്ടുണ്ട് അൺലോഡിങ്. അപ്പം മെല്ലെ മെല്ലെ നമ്മുടെ യൂണിയൻ ചേട്ടന്മാർ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോഡ് ഏകദേശം 60% കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോഡെല്ലാം ഇറക്കി ഇവിടെ വണ്ടി ഇവിടെ ഒതുക്കി സൈഡിൽ ഇങ്ങനെ അടുത്ത ലോഡിന് വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ആ ഫയർഫോഴ്സിന്റെ മുന്നിൽ ഒരു 2 പയ്യന്മാരെ സ്കൂട്ടറിൽ വന്നിട്ട് നേരെ ഇങ്ങനെ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല. അവർ സ്കിഡായി, കുറച്ച് ഫാസ്റ്റായിരുന്നു. സ്കിഡായിട്ട് അങ്ങനെ രണ്ടാളും തെറിച്ചു പോയി. അപ്പോൾ ഫയർഫോഴ്സുകാർ ഓടി വന്ന് അവരെ പെട്ടെന്ന് തന്നെ എടുത്ത് അവരെ അങ്ങേക്ക് വണ്ടിയൊക്കെ സൈഡാക്കി വെച്ച് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ അവർ ഇതാക്കുന്നുണ്ടെന്ന് ശുശ്രൂഷ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നലെ ഞാൻ രാത്രി കണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ വിചാരിച്ച സംഭവം. വെല്ലിംഗ്ടൺ ഹാർബർ എന്ന് പറഞ്ഞ ബോർഡാണ്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. അപ്പോൾ അറിയുന്നവർ ഈ ഭാഗത്തുള്ളവർ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് എല്ലാവർക്കും കൂടി അറിയാലോ അതിനെ പറ്റിയിട്ട്. കാരണം നിർത്താൻ സമയമില്ല. അടുത്ത ലോഡിന് വേണ്ടി പോകണം. പുതിയ ലോഡിന് വേണ്ടി പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.